ഈ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മുഴുവൻ ആക്ടിവിറ്റി, മുഴുവൻ എനർജിയും അത് ഒരു മിനിറ്റിലേക്കാണല്ലോ, അല്ലെങ്കിൽ കൂടി പോയാൽ 3 മിനിറ്റിലേക്ക്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിനകത്ത് ലുക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്, ഇമോഷൻ കണ്ടിന്യൂറ്റി ഉണ്ട്. അങ്ങനെ ഇത് കുറച്ചുകൂടി പ്രൊലോങ്ഡ് ഇമോഷനാണല്ലോ ഈ സിനിമ എന്ന് പറയുന്ന സമയത്ത്. അത് പെട്ടെന്ന് കിട്ടുമോ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ? എനിക്ക് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ ഡീറ്റെയിൽസ് ആണെങ്കിലും ഓരോ സീനിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും വിഷ്ണു ചേട്ടൻ അത് അത്രയും ഇതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഭിലാഷ് ചേട്ടനാണെങ്കിലും നമുക്കതിലൊരു ഡൗട്ട് പോലും വരാത്ത വിധം അവരത്രയും രസമായിട്ടത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്ന് ശരിക്കും മനസ്സിലായതുകൊണ്ട് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ, ഇവരെപ്പോലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിന് പ്രത്യേകിച്ച് സിനിമ തന്നെ റിലേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കോമഡി ആണെങ്കിലും ഇവർ എപ്പോഴെങ്കിലും ഒരു ചാലഞ്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ? കോമ്പറ്റീഷൻ അല്ലേ? അങ്ങനെ ആക്ച്വലി ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതിപ്പം ഞാൻ ഇവരുടെ കൂടെ ആ കാലഘട്ടത്തിൽ വരുന്ന ഒരു പുതുമുഖമാണെങ്കിൽ, കണ്ടംപററി ആണെങ്കിൽ അത് ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാം. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ചോദ്യം എന്നോട് ആരും ചോദിച്ചില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന, പക്ഷെ ഇപ്പൊ അത് തോന്നുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഇൻഫ്ലുവൻസർ ആയിരുന്നില്ല, ഇവരുടെ കൂടെയൊക്കെ തന്നെയാണ് എന്റെ ഡെബ്യൂവും അല്ലെങ്കിൽ അടുപ്പിച്ചൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തോന്നിയാണ്. പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, മാളവിക ആയിട്ടുള്ള കാര്യം. അതായത് പ്രകാശൻ പറക്കട്ടയില് ഞങ്ങൾ ഒരേ സിനിമയിൽ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജയമഹേന്ദ്രൻ എന്ന് പറഞ്ഞ വെബ് സീരീസിൽ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആനന്ദ് ശ്രീബാലയിൽ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കോമ്പിനേഷൻ എത്തുമില്ല. ഞങ്ങൾ ഈ ലൊക്കേഷനിൽ, എനിക്ക് തോന്നുന്ന സുമതിയോളത്തിന്റെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ലൊക്കേഷനിൽ കണ്ടു, അല്ലാണ്ട് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിട്ടല്ല. അതർവൈസ് നമ്മൾ അഭിനയിച്ച പടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇനിയിപ്പോ ഒരു കോമ്പിനേഷനും കൂടെ ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കട്ടെ. ഈ പ്രീവിയസ് ഔട്ടിംഗ് ആയിട്ടുള്ള ഫ്ലാസ്കില് കുറെ ആളുകൾ ആ പടത്തിന് ന്യൂട്ടനായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, ഐ മീൻ ഹിന്ദിയിലെ ന്യൂട്ടൺ, രാജ്കുമാർ രാമന്റെ ന്യൂട്ടനായിട്ടും അല്ലെങ്കിൽ ഉണ്ടൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയിരുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള സിനിമയാണ് എന്നുള്ള രീതിയിൽ. ഫ്ലാസ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസീവ് ആവണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? എൻ്റെ പടങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചിലപ്പം ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്നെ തിയേറ്ററിൽ കാണാൻ താല്പര്യമില്ല, OTT മാത്രം കാണാനാണ് താല്പര്യമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ലീഡ് ചെയ്യുന്ന സിനിമകളെ, മറ്റുള്ള സിനിമകളിൽ പിന്നെ സപ്പോർട്ടിംഗ് റോൾ ചെയ്യുകയാണെങ്കിൽ നായകന്മാർ വേറെയാണല്ലോ, അപ്പോൾ അവരെ തിയേറ്ററിൽ പോയി ആൾക്കാർ കണ്ടോളും. അങ്ങനെയൊക്കെയുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഭയങ്കര സെലക്റ്റീവായിട്ട് ഒരു രീതിയിലും അത് ഭയങ്കര ഫിൽട്ടർ ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവണം. ഞാൻ അഭിനയിക്കുന്ന സിനിമ സൈജു കുറുപ്പിന്റെ സിനിമ ആകുമ്പോഴത്തേക്കും അവർക്കൊരു മിനിമം എന്റർടൈൻമെന്റ് കിട്ടണം. എപ്പോഴും ഇതാലോചിച്ചാണ് ഞാനൊരു കഥ കേൾക്കുന്നത്. എത്രയോ കഥ കേൾക്കുന്നുണ്ട്. എല്ലാ സിനിമ കഥയും ഞാൻ കേൾക്കുമ്പോഴത്തേക്ക് ഇതാലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ ഫിൽട്ടർ ചെയ്ത് ഞാനൊരു സിനിമയിലേക്ക് എത്തുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഈസ്, ഇപ്പം ഫ്ലാസ്ക് വരെ നോക്കിയാല് ഇത് മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് 3 ടൈപ്പ് ഓഫ് സിനിമകളാണ് ഇപ്പൊ ഇവിടെ ഇറങ്ങുന്നത്. ഒന്ന് ക്രിട്ടിക്സിനും സിനിമാക്കാർക്കും സാധാരണ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഒന്ന് സിനിമാക്കാർക്കും ക്രിട്ടിക്സിനും ഇഷ്ടപ്പെടില്ല, സാധാരണ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് എന്റെ സിനിമകൾ പെടുന്നതെന്ന് തോന്നുന്നു. അതായത് ക്രിട്ടിക്സിനും സിനിമാക്കാരിപ്പം എന്നെ വെച്ച് പടം ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സും എന്നെ വെച്ച് പടം ചെയ്ത ആൾക്കാരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സിനിമകൾ. നാച്ചുറലി അങ്ങനെ ആയിരിക്കുമല്ലോ. അവർ പോയി കണ്ടിട്ട് അവരെന്നെ പിന്നെ വിളിക്കൂല. എനിക്കറിയാം ഇവർ പോയിട്ടുള്ള കാര്യം, പക്ഷെ ഇവരെന്നെ വിളിക്കൂല, കണ്ട കാര്യം പറയില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മളോർക്കും, അപ്പൊ ഇത് ഫസ്റ്റ് ഡേ 10 മണിയുടെയൊക്കെ ഷോ ആണ് കേട്ടോ ഇവർ കാണുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഡൗൺ ആവും. പക്ഷെ അന്ന് വൈകുന്നേരം തൊട്ട് സാധാരണ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴും അറിയുന്നത് ഈ പടം ആക്ച്വലി നല്ലത് തന്നെയാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. പക്ഷെ ഈ വൈകുന്നേരം വരെയുള്ള സമയം നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. ഇനിയിപ്പോ നമുക്കറിയാം ഇനിയിപ്പോ എന്റെ അടുത്ത പടം വരുമ്പോഴത്തേക്ക് ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. അത് 100%. നമ്മളിപ്പം ഞാൻ വിഷ്ണുവിനെ കണ്ടു തിയേറ്ററിൽ വരുന്നത്. വിഷ്ണുവിനെ നല്ല പരിചയം ഉണ്ടല്ലോ, വിഷ്ണുവിന്റെ കയ്യിൽ എന്റെ നമ്പറും കാണും. വിഷ്ണു പക്ഷെ എന്നെ വിളിച്ചില്ല. ഞാനാണല്ലോ ലീഡ് റോൾ ചെയ്ത പടത്തില്. വിഷ്ണു എന്നെ വിളിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ വിളിച്ചിട്ടില്ല. അത് പോട്ടെ, നമ്മള് ഒരുമിച്ച് ഒരു പടം കണ്ടിട്ടില്ല. നീ കണ്ടതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ഇപ്പം അറിഞ്ഞെന്ന് വിചാരിക്കുക. ഓക്കെ, നീ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. വിഷ്ണു എപ്പോഴും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ആള്, അല്ലെങ്കിൽ എന്നെ വെച്ച് പടം ചെയ്യാൻ പോകുന്ന ആളായിരിക്കും വിഷ്ണു. പക്ഷെ എന്നെ വിളിച്ചില്ല, അപ്പം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുമല്ലോ.
അപ്പം അവരുടെ ആംഗിൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇനി വിളിച്ച് നമുക്ക് നുണ പറയണ്ടല്ലോ വെറുതെ, ആ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ വെറുതെ നമ്മൾ വിളിച്ച് നുണ പറയേണ്ട, ഇനിയിപ്പോ സത്യം പറയാനും പറ്റില്ല അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ചില റിലീസായ ദിവസം തന്നെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊരു വളരെ ഡൈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണിത്, മനസ്സിലായില്ലേ. പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ആയി കഴിഞ്ഞു, പെർമനന്റ്ലി റിക്കവർ ആയി. അതായത് ആദ്യം എനിക്ക് വിഷമമായിരുന്നു ഇവരിങ്ങനെ വിളിക്കാത്തപ്പോൾ. പക്ഷെ ഇപ്പൊ ഞാനത് മനസ്സിലാക്കി, ശരി അത് ആ ഒരു ഇൻഡിവിജ്വലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓക്കെ. പക്ഷെ നമുക്ക് ഇവിടെ 10 പേർക്ക് വരെ ഇവിടെ 150 പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറീസ് ഇടുന്നുണ്ട്, സ്റ്റോറി മെൻഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ല, സെലക്ഷൻസ് ഓക്കെ. പിന്നെ ഞാനും മനുഷ്യനാണ്, എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇനി പറ്റുകയും ചെയ്യും, ഓക്കെ. പക്ഷെ എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് ഓരോ കഥ കേൾക്കുമ്പോൾ എൻ്റെ ഇതാണ് മിനിമം ഗ്യാരണ്ടി ആയിരിക്കണം. ഇത് എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം, ഒന്നിലെ തിയേറ്ററിൽ, അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ, അല്ലെങ്കിൽ OTT-ൽ എവിടെയെങ്കിലും നമ്മുടെ പടം ശ്രദ്ധിക്കപ്പെടണം. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു പാസ്റ്റ് 1 ഇയർ ഹിസ്റ്ററി എടുത്താൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പാസ്റ്റ് 1 ഇയറിലാണ് ഞാൻ കൂടുതൽ നായകൻ ഫിലിംസ് ചെയ്തിട്ടുള്ളത്. ഈ OTT ഉണ്ടാക്കുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, OTT റിലീസിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അത് തിയേറ്ററിനേക്കാളും ഇപ്പൊ എഫക്റ്റ് ഉണ്ട്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ആഫ്റ്റർ ജോ ഒക്കെ? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ലൈക്ക് കൂടുതൽ പേരും അത് എളുപ്പമായതുകൊണ്ട് അതിലോട്ടിലേക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് തിയേറ്റർ പോകുന്നില്ല. പോയാൽ അവർക്ക് ഇഷ്ടപ്പെടും, അവർ അത്ര എഫേർട്ട് ഇടുന്നില്ല. അപ്പൊ ലൈക്ക് മേ ബി ആക്ടേഴ്സിനനുസരിച്ചിട്ടാവാം അവർക്ക് ഫീൽ ചെയ്യുന്ന, ഐ ഡോണ്ട് നോ. ബട്ട് OTT അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ലൈക്ക് ഇങ്ങനെ കാണാൻ പോവാത്തതൊക്കെ അവരിങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്കാണ് അത് ആക്ച്വലി നല്ലത്. ഇപ്പം ജോ തമിഴ്നാട്ടിൽ അത്യാവശ്യം പോയി, ഐ തിങ്ക് 50 or 60 days അത് ഹൗസ്ഫുൾ ആയി പോയി. പക്ഷെ അങ്ങനെ ഒരു OTT ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പൊ അത് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലീസ് ഒക്കെ അത് OTT-ലാണ് കണ്ടത്. ബിക്കോസ് ഇവിടെ ഇല്ല, ചില തിയേറ്റേഴ്സിലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിക്കാം അങ്ങനെയല്ല, ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആവുന്നത് ഒരു പടം അതിന്റെ OTT റിലീസ് കഴിയുമ്പോഴാണോ, ഫിലിം ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള രീതിയിൽ? അങ്ങനെ അതിൽ മാത്രം എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒപ്പീനിയൻ ഇല്ല. മേ ബി അതും ആവാം. ബിക്കോസ് ഇപ്പൊ സോഷ്യൽ മീഡിയ OTT വന്നതിന് ശേഷമാണ് കുറെ മൂവീസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ടൊക്കെ കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ അതുവരെ കാണാത്ത, ലൈക്ക് തിയേറ്ററിൽ ഇറങ്ങിയോന്ന് പോലും അറിയാത്ത ചില പടം ലൈക്ക് ഭയങ്കര ഹിറ്റ് ആവുന്നുണ്ട് OTT വരുമ്പോൾ. അപ്പൊ ഇതും ഒരു കാരണം ആവാം. ഭയങ്കര ദൈവവിശ്വാസിയാണല്ലോ. അപ്പൊ ഈ എപ്പത്തെ സൈഡിലെ പ്രേതങ്ങളെയും വിശ്വാസം ഉണ്ടോ? ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് ഉള്ളൊരു വിശ്വാസം. അല്ലാണ്ട് പ്രേതം ആ ഒരു രൂപം അതൊക്കെ ഒരു ഫിക്ഷൻ, ലൈക്ക് മൂവി, ബുക്ക് അങ്ങനത്തതിൽ വന്നതാണ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്, പേടിയുണ്ട്. ഈ ഹൊറർ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ എഫക്ട് എത്ര നാലം നിൽക്കും? ഒറ്റയ്ക്കൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ നിൽക്കും, രാവിലെ വരെ നിൽക്കും, ഉറങ്ങാൻ പറ്റൂല. പക്ഷെ ആരുടെയും കൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോൾ ഞാൻ ഹൊറർ സിനിമ കാണാറില്ല. ഈ ഹൊറർ സിനിമകളുണ്ടല്ലോ, അപ്പം ആ സിനിമകളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ബാക്ക് സ്റ്റോറി എത്രത്തോളം കണക്ട് ആവുന്നു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് എത്രമാത്രം അത് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു ഗോസ്റ്റിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഓഡിയൻസിന് കണക്ട് ആയാൽ ആ പടം വർക്കാണ്. ഇപ്പൊ ഇൻകേസ് കാഞ്ചന എടുത്താൽ അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എടുത്താൽ ഇതിന്റെയൊക്കെ ഫോർമുല അതാണ്. അതായത് ആരാണോ ബാധിക്കപ്പെട്ടത് അയാളുടെ സ്റ്റോറി വർക്ക് ആയാൽ പടം വർക്കാവും. അങ്ങനെ ഒരു ഏരിയ സംബന്ധിച്ചുള്ളവരുണ്ടോ? എത്രത്തോളം അത് പറയാൻ പറ്റും? അത് ഇവര് പറയും. ബാക്ക് സ്റ്റോറി അല്ല, നമ്മൾ ഒറിജിനൽ സുമതി വളവിന്റെ അല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ആ ഒരു എസെൻസ് മാത്രമേ ഫിക്ഷണൽ. ശരിക്കും സുമതി വളവ് ഉള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു വിഷനാണ്. ലൈക്ക് ആ ഒരു നാട്ടില് ആ ഒരു വളവ്, ലൈക്ക് രാത്രി ഇത്ര മണി കഴിഞ്ഞാൽ പോവാൻ പാടില്ല. അപ്പൊ അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും എക്സ്പീരിയൻസസ് മാത്രം, അല്ലാണ്ട് ഒറിജിനൽ സുമതിനെ വെച്ചിട്ടുള്ള സ്റ്റോറി ഇൻസ്പയർഡ് വേർഷൻ ആണ് ശരിക്കുള്ള.